തൃശയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശം. ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ. ഉദയനിധി സ്റ്റാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് നടപടി. To face the consequences. I am not afraid of all these arrests and all. We are ready to face the consequences. I don't think they have so much brain. These people are just a bunch of idiots. So I will face the consequence. തമിഴ്നാട് തൃശയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസ്. തഞ്ചാവൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടെയാണ് ഉദയനിധി സ്റ്റാലിൻ വിവാദ പരാമർശം നടത്തിയത്. ഉദയനിധി സ്റ്റാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് നടപടി. നേരത്തെ തൃശയ്ക്കെതിരായ അശ്ലീല പരാമർശത്തെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അപലപിച്ചിരുന്നു. കാവേരി നദീജല പ്രതിഷേധത്തിനിടെ അണികൾ തൃശയുടെ പേര് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഉദയനിധി വിവാദ പരാമർശം നടത്തിയത്. പിന്നീട് കാവേരി പ്രശ്നത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞതെന്ന് ഉദയനിധി തിരുത്തുകയും ചെയ്തു. എങ്കിലും യുവ നേതാവിനെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയായിരുന്നു. മുൻകൂർ ജാമ്യം തേടി സ്റ്റാലിൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പരാതിയെ തുടർന്ന് തഞ്ചാവൂർ പോലീസ് 6 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് ഫയൽ ചെയ്തതിന് പിന്നാലെ ഉദയനിധിയുടെ വസതിക്ക് പുറത്ത് പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. ഉദയനിധിയുടെ പരാമർശം രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ നിലവാരം താഴ്ത്തിയെന്നും ഇതിലൂടെ സ്ത്രീകളെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടി ടിവികെ നേതാവ് ആദവ് അർജുന ഉദയനിധിയെ അശ്ലീലനിധി എന്ന് വിളിച്ചു. ടിഎംകെ നേതാവ് അണ്ണാദുരൈ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ അശ്ലീല ഭാഷയിലൂടെയും ദ്വയാർത്ഥ പ്രസംഗങ്ങളിലൂടെയും നശിപ്പിക്കുകയാണെന്നും ആദവ് അർജുന പറഞ്ഞു. ബിജെപി മുൻ തമിഴ്നാട് പ്രസിഡന്റ് കെ അണ്ണാമലയും ഉദയനിധിയുടെ പ്രസംഗത്തെ പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ്, ചെന്നൈ, തമിഴ്നാട്.